ഇപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും വലിയ തമാശ എന്താ അറിയോ? ജെയ്ക്ക് ലമോട്ട ദ ടഫസ്റ്റ് മാൻ അലൈവ് ഓൺ എർത്ത്. ന്യൂസ് പേപ്പർ തുറന്നാലും മാഗസീൻ തുറന്നാലും ടി വി ഓൺ ആക്കിയാലും ആൾക്കാർക്ക് പറയാൻ മാത്രം ഇതല്ലോ. നീ റിങ്ങിനകത്ത് ആൾക്കാരെ ഇടിച്ചിടുന്നതും തല പൊട്ടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ റിങ്ങിന് പുറത്ത് നീ ഇറങ്ങിയിട്ട് ഇവിടെ വീട്ടിൽ വന്ന് വീട്ടുകാരെ മെക്കെട്ട് കയറുന്നാരും കണ്ടിട്ടില്ലല്ലോ. ഷോ പ്ലീസ് പ്ലീസ് ചോ അതിനെ പറ്റി സംസാരിക്കണ്ട. എനിക്ക് സംസാരിക്കാൻ യാതൊരു താല്പര്യം തോന്നുന്നില്ല. എനിക്കിപ്പോ സംസാരിക്കണം. വേറെ എപ്പോഴും നീ സംസാരിക്കാതിരുന്നിട്ടുള്ളൂ. നീ ഫുള്ള് ഉത്തരവിടല്ലേ, ഞങ്ങളെല്ലാം കേൾക്കണം. അല്ലാതെ ഞാൻ ചോദിക്കുന്നതിനോട് ഉത്തരം നിന്റെ വായന ഇതുവരെ വീണിട്ടില്ല. അതുകൊണ്ട് നീ എനിക്കിപ്പോ സംസാരിക്കണം. എന്താ ഞാൻ സംസാരിക്കേണ്ടത്? എന്താ സംസാരിക്കേണ്ടത്? അതും കൂടി പറ. എന്താ സംസാരിക്കേണ്ടത് പറ. എന്റെ ഈ എടുത്തിയാട്ടോ അതോ എന്റെ പെരുമാറ്റ രീതിയോ? എന്താ ഞാൻ സംസാരിക്കേണ്ടത്? എല്ലാം സംസാരിക്കണം. നിന്നെ തന്നെ നോക്ക്. നിനക്ക് നിന്നെ കൈവിട്ടോണ്ടിരിക്കുക. യു ആർ യൂസിങ് യുവർ കൺട്രോൾ മാൻ. നീ നിന്നെ തന്നെ മനസ്സിലാക്കണം. എനിക്ക് നിന്നെ പറ്റി നിന്റെ വായ തന്നെ കേട്ടോണ്ടിരിക്കണം. പറ. എന്റെ തലേന്റെ ഉള്ളിൽ കൂടെ പോകുന്ന എന്താന്ന് എന്നോട് പറഞ്ഞത് നിനക്ക് മനസ്സിലാകാൻ പോകുന്നില്ല. ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, എന്തിന് ചെയ്യുന്നു, എന്തൊക്കെ സംസാരിക്കുന്നു, എന്തിന് സംസാരിക്കുന്നു, ഇതൊന്നും നിന്നോട് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. നിനക്ക് ക്ലാസ് എടുത്ത് തന്നാലും നിനക്ക് മനസ്സിലാകാൻ പോകുന്നില്ല. പിന്നെ ഇതൊക്കെ നിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നൊരു അങ്ങനൊന്നും എനിക്ക് തോന്നുന്നില്ലടാ. അതിന്റെ ഒരു ഉത്തരവാദിത്വം എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിനക്ക് എന്തെന്നാ തോന്നുന്നേ? എന്താ നിനക്ക് തോന്നുന്നേ? എടാ പുല്ല, നിന്റെ വിചാരം എന്തെന്നാ? ആ റിങ്ങിനകത്ത് നീ അടിച്ചു കൂടണോണ്ട് മാത്രം നിനക്ക് ഈ ആരാധകർ നിനക്ക് ഉണ്ടാക്കി വെച്ചത് മുഴുവന്നാ? അവിടെ റിങ്ങിന് പുറത്തൊരു കളിയുണ്ട്, അത് മുഴുവൻ കളിച്ചത് ഞാനാ. ആ കളി ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കളിച്ചോണ്ടാ നീ ഇപ്പൊ ഈ സ്ഥാനത്തിരിക്കുന്നത്. അത് മനസ്സിലാക്കുക ആദ്യം. നീ റിങ്ങിന്റെ പുറത്ത് എന്ത് കളി കളിച്ചെന്ന് നീ പറയുന്നത്? കണ്ടവന്മാരെ സാമാനം താങ്ങി നടന്ന അത് അവന്മാരെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് കൊടുത്താ, അത് അവന്മാരെ മുമ്പിൽ വിളിച്ചു കാണിച്ചതാ. എടാ, റിങ്ങിനകത്ത് ഞാൻ അടിച്ചിടണതിന്റെ ബലത്തിലാടാ നിനക്ക് കിട്ടുന്ന ഈ ബഹുമാനവും ബലമൊക്കെ. നീ മനസ്സിലാക്ക നീ. അപ്പൊ പിന്നെ ഈ വീട്ടിനകത്ത് തീരുമാനം എടുക്കാനുള്ള എല്ലാ റൈറ്റും എനിക്കുള്ളൂ. ഞാൻ മാത്രം അവിടെ തീരുമാനം എടുത്താൽ മതി കേട്ടാ. ആ റൈറ്റ് ഉള്ളതുകൊണ്ടായിരിക്കില്ലേ നിന്റെ പെണ്ണും പിള്ളേന്റെ ഒപ്പം ഞാൻ കടന്നുണ്ടോ നീ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചേ? ഇപ്പൊ അതിനെ പറ്റി സംസാരിക്കണ്ട. എനിക്കിപ്പൊ സംസാരിക്കണ്ട. അതിന്റെ കൂടെ ഉത്തരം പറഞ്ഞേ. പ്ലീസ്. സോറി മാം. നിനക്ക് മനസ്സിലാവാത്തതുകൊണ്ട് എന്റെ തലയിലൂടെ പോകുന്നത്. എനിക്ക് ഒരാളെയും വിശ്വാസമില്ല. ഐ ഡോണ്ട് ട്രസ്റ്റ് എനിവൺ. എന്നെ അടക്കം നിന്റെ കൂടെ എത്രയും കാലം ഞാൻ നിന്നല്ലേ. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? എന്റെ ഒപ്പം നിൽക്കുന്നവരെല്ലാവരും എന്റെ കൂടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഗുണം ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം നിൽക്കുന്നത് എനിക്കറിയാം. ഞാൻ വെറും വട്ടപ്പൂജാണെങ്കിൽ ഒറ്റൊരുത്തനുണ്ടാവില്ല, നീ അടക്കം. അതുകൊണ്ട് നീ ആയാലും എന്റെ പെണ്ണുമ്പിള്ളയായാലും നിങ്ങളൊക്കെ എപ്പം മറുകണ്ടം ചാടുന്നു എനിക്കിട്ടുണ്ടാക്കുന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഞാൻ സംസാരിക്കുമ്പോഴും ഉത്തരവിടുമ്പോഴൊക്കെ എനിക്ക് അഹങ്കാരം കൂടണോണ്ടാണെന്നോ എന്റെ സ്വഭാവം മാറുന്നോണ്ടാണെന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അതൊക്കെയാണ് ഞാൻ റിങ്ങിന് പുറത്ത് കളിക്കുന്ന അറ്റാക്കും ഡിഫൻസും. റിങ്ങിന് പുറത്ത് ഞാൻ ഒരു ഫൈറ്ററാടാ. അപ്പോ തീരുമാനങ്ങൾ ഞാൻ മാത്രം എടുത്താൽ മതി. വേറെ ഒരുത്തനും ഇവിടെ തീരുമാനം എടുക്കണ്ട.